ഇന്ന് രാഹുലിന്റെ മൂന്നാം ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ വാദങ്ങളാണ് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ നടന്നത്. ഇതിൽ ആദ്യഘട്ടത്തിൽ തന്നെ പ്രോസിക്യൂഷൻ അടച്ചിട്ട കോടതി മുറിയിൽ വാദം വേണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു. അങ്ങനെ മജിസ്ട്രേറ്റ് അത് അംഗീകരിക്കുകയും പ്രതിഭാഗം അതിനെ അനുകൂലിക്കുകയും ചെയ്തു. അങ്ങനെ ഏകദേശം 2 മണിക്കൂറിലധികം അടച്ചിട്ട മുറിയിൽ ഈ കേസിന്റെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട വാദം നടന്നു. പ്രോസിക്യൂഷൻ പ്രധാനമായും ജാമ്യാപേക്ഷ എതിർത്തെങ്കിലും ചില നിർണായക രേഖകളാണ് ഇന്ന് കോടതിയിൽ പ്രതിഭാഗം ഹാജരാക്കിയത്. അത് ഈ രാഹുലും അതിജീവിതയും പരാതിക്കാരിയും തമ്മിലുള്ള ചാറ്റ് വിവരങ്ങളാണ്. കഴിഞ്ഞ ദിവസം പോലീസിന്, അതായത് അന്വേഷണ സംഘത്തോട് രാഹുൽ മറച്ചുവെച്ച തൻ്റെ ഫോണിലെ ചാറ്റ് വിവരങ്ങളാണ് ഇന്ന് കോടതിയിൽ നേരിട്ട് ഹാജരാക്കിയിരിക്കുന്നത്. ആ ഫോണ് അതിൻ്റെ ലോക്ക് പാറ്റേൺ പറഞ്ഞു കൊടുക്കാൻ അന്ന് രാഹുൽ തയ്യാറായിരുന്നില്ല. പക്ഷേ അത് മറ്റൊരു മൊബൈലിലേക്ക് പകർത്തുകയോ ലാപ്ടോപ്പിലേക്ക് പകർത്തുകയോ ചെയ്തു എന്ന സംശയമായിരുന്നു അന്ന് അന്വേഷണ സംഘം പ്രകടിപ്പിച്ചത്. അതേ രീതിയിൽ തന്നെ മറ്റൊരു ഫോണിലേക്ക് പകർത്തിയ ചാറ്റ് വിശദാംശങ്ങളാണ് ഇന്ന് കോടതിയിൽ പ്രതിഭാഗം ഹാജരാക്കിയത്. അതിൽ ഈ ഇരുവരുടെയും സമ്മതത്തോടു കൂടിയാണ് എല്ലാ കൂടിക്കാഴ്ചകളും നടന്നത് എന്ന് തെളിയിക്കുന്ന ചാറ്റ് വിവരങ്ങളാണ് കോടതിയിൽ കൈമാറിയെന്നുള്ളതാണ് പ്രതിഭാഗം അഭിഭാഷകർ പറഞ്ഞിരിക്കുന്നത്. രാഹുലിന് വേണ്ടി ഇന്ന് ഹാജരായത് ശാസ്തമംഗലം അജിത് കുമാറും ഒപ്പം അഡ്വക്കേറ്റ് അഭിലാഷ് ചന്ദ്രനുമാണ്. ഇരുവരും ഈ കേസുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ജാമ്യാപേക്ഷ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ചാറ്റ് വിവരങ്ങൾ. അതുകൂടാതെ ഉത്തരവാദിത്തമുള്ള ഒരു ജനപ്രതിനിധിയാണ് രാഹുൽ എന്നും ജാമ്യം നൽകിയാൽ ഒരിടത്തേക്കും രാഹുൽ മുങ്ങില്ല, മാറി നിൽക്കില്ല എന്ന ഒരു ഉറപ്പുമാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ ജാമ്യാപേക്ഷയെ പൂർണ്ണമായും എതിർക്കുകയാണ് പ്രോസിക്യൂഷൻ. സമാനമായ കുറ്റകൃത്യങ്ങൾ പലതും പ്രതിയുടെ പേരിൽ വേറെയുമുണ്ട്. ഇരയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതിൻ്റെ നടപടികൾ പുരോഗമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രതിക്ക് ജാമ്യം നൽകരുത്. ജാമ്യം നൽകിയാൽ അത് സാക്ഷികളെ സ്വാധീനിക്കുന്നതിനും ഒപ്പം ഈ പരാതിക്കാരിയെ അപമാനിക്കുന്നതിനുമടക്കം സാധ്യതയുണ്ട് എന്നുള്ളതാണ് പ്രതിഭാഗം ബാധിച്ചത്. എന്തായാലും ഇതിൽ ഈ ജാമ്യാപേക്ഷയിലെ വിധി നാളെ തിരുവല്ല 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പറയും. എന്തായാലും അതിൽ ജാമ്യം ലഭിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മജിസ്ട്രേറ്റ് കോടതിയാണ്. മജിസ്ട്രേറ്റ് കോടതിക്ക് ജാമ്യം നൽകാനാകുമോ എന്നുള്ള ചോദ്യം ഈ നിയമ വിദഗ്ധരടക്കം ഉന്നയിക്കുന്നുണ്ട്. ഒരുപക്ഷേ മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യം ലഭിച്ചില്ല എങ്കിൽ സെഷൻസ് കോടതിയെ സമീപിക്കാനാണ് പ്രതിഭാഗത്തിൻ്റെ തീരുമാനം.